ഹലോ, ഗുഡ് മോർണിംഗ്. ഉമ്മൻ്റെ പട്ടി ഷോ അല്ലേ നിങ്ങൾ കാണുന്നത്? ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ രാവിലെ എണീച്ചു, പാല് കുച്ചു, കുളിച്ചു തുടങ്ങാ. നിങ്ങൾ വിചാരിച്ചു ഞാൻ ഇങ്ങനാണ് ഒടുങ്ങി എണീച്ചാന്ന്. പക്ഷെ ഇന്നല്ല, ഇങ്ങനാണ് ഞാൻ ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. ഇപ്പച്ചി ഇങ്ങനാണ് കിടക്ക. അപ്പൊ ഇപ്പച്ചിന്റെ പാരമ്പര്യ കിഞ്ചി കിട്ടി കണ്ടോ, മൂക്കൊക്കെ കുത്തിന്ന് നല്ലോണം കിടന്നു തുടങ്ങും. പിന്നെ ഞാൻ ഇങ്ങനെ ഉടങ്ങലുണ്ട്. ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നോണ്ട് ഞാൻ തൊട്ടിലയിലൊക്കെ കിടന്ന് സെറ്റായതാണ്. ഇന്ന് എനിക്കൊരു പരിപാടി കിട്ടും. ഉമ്മൻ്റെ പരിപാടിയാണ്. ഉമ്മനാണ് വിളിച്ചത്, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഉമ്മനെ വിളിച്ചും കൊണ്ട് ഇച്ചു പോവാലോ. അപ്പം ഞാൻ ആടി പുച്ചിട്ടിട്ട് പോയിട്ട് കുളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കള്ളമ്മ തണുത്ത വെള്ളം എൻ്റെ മേലൊഴിക്കൂ. ആദ്യമൊക്കെ ഞാൻ കരിയേനെ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കാണുമ്പോൾ. കണ്ടു ഉമ്മനെ നോക്കി ഞാൻ ചിരിച്ചിട്ട് എനിക്ക് ഇതാണ്. ഇമ്മ എന്നെ പിരിച്ചും തിരിച്ചും ഈ പൊട്ടത്തിൽ കുളിപ്പിച്ചാണ്ടൊന്നും അടിയൂല. എന്നെ ഉമ്മി കുളിപ്പിച്ചാൽ മതി. എന്നും ഉമ്മിയാ കുളിപ്പിക്കുക. എന്നെ വിളി വീഡിയോ എടുക്കാനുണ്ടായിട്ട് വലിയ ശമ്പളമാക്കി എന്നെ കുപ്പിച്ചാ. എന്നെ അമ്മ കുപ്പിച്ചാലൊന്നുമില്ല. വലിയ ശമ്പളമാക്കി ഇങ്ങനെ നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടാ. കണ്ടോ എന്നെ പിടിച്ച് കുലിക്കുക. അവൾ വിചാരം ഞാൻ മാവാണെന്നാ. പാവല്ലേ വിചാരിച്ച് ഞാൻ മിണ്ടാണ്ട് നിൽക്ക. ഞാൻ ഇപ്പണ്ട മാതിരി സൈലന്റ് ആണ്. പാവല്ലേ ഞാൻ കുപ്പായൊക്കെ ഇട്ട് പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആദ്യം എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ലോഷൻ ഇട്ടിട്. എനിക്ക് ഇഷ്ടമാണ് ആ ലോഷൻ ഇട്ടിരുന്ന്. ഇവിടെ എന്താക്കിയ ചപ്പാത്തി മാവ് കൊയ്ക്കുമ്പോൾ എന്നെ ഞാൻ മിണ്ടാണ്ട് നിൽക്കണമെന്ന് നോക്കണ്ട. ഞാൻ നടക്കല് തുടങ്ങട്ടെ. ഉമ്മക്ക് കാണിച്ചത് ഞാൻ ആടാന്ന്. പാവല്ലേ വിചാരിച്ചപ്പോ വെള്ളമൊക്കെ എൻ്റെ തലയിൽ കയറും. എല്ലാവരോട് പഠിക്കും ആ പാവാണ്, ആ പാവം കുട്ടിയാണ്, ഞാൻ സൈലന്റ് ആന്നൊക്കെ. ഞാൻ അത്ര സൈലന്റ് ഒന്നല്ല കേട്ടോ മക്കളെ. ഞാൻ നല്ല വിളവനാവും. ഞാൻ കുറച്ച് കയ്യത് കണ്ടോ തിരിച്ചിടന്നെ. ദോശ മടിച്ചിടും പോലെ. ഞാൻ എൻ്റെ അമ്മൻ്റെ ദോശയോ കാണിച്ചു തരാനാണ്. കുറച്ച് കയ്യട്ടെ. ഇപ്പം ഞാനും മിണ്ടാണ്ട് കിടക്കാം. ഞാൻ ഇടക്കിടക്ക് കണ്ടോ തല ഇങ്ങനെ പൊക്കി നോക്കണത്. എനിക്ക് ആവായിട്ട് അമ്മ എന്നെ ഇങ്ങനെ വെടപ്പിച്ച. ഇനി ഇമ്മൻ്റെ ഒരു ഐഡിയ ആണ്. എന്നോടോ കളർ കാണിച്ച് അയാളെ കൺടാക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് തിരികെ ഇതല്. എനിക്കറിയൂലെന്നാ വിചാരം. ഞാൻ പിന്നെ പാവല്ലേ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വെച്ചെടുക്കും. ഇവിടെ തിരികെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ചാടിനിട്ട് അപ്പഴത്തേക്ക് വെച്ചിട്ട് എന്നോട് പറയും അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത്. ഞാനെന്താ ചിക്കൻ റോളോ എന്നെ ഇങ്ങനെ റോള് മൈരി ഇങ്ങനെ ഉരുട്ടാൻ അതൊക്കെ ഉണ്ടോ. പിന്നെയും തിരികെ ഇത് നാടിയൊന്നും ഞാൻ വെച്ചുകൊടുക്കൂലേനെ. പിന്നെ എനിക്ക് ഈ കവിട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തെയും വെച്ചുകൊടുക്കും. അങ്ങനെ ഞാൻ സെറ്റായിക്കിനെ സുന്ദരനായോ ഞാൻ. എനിക്കിന്നൊരു മുട്ടായിടലിന് പോകാനുണ്ടായതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഡ്രസ്സായിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ വേറെ മാറ്റിട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബസ് കയറാൻ പോവാണേ. ഉമ്മയാണ് എന്നെ എടുക്കുക. ഇതെന്താ ഷാടനോ, ഇതെല്ലാവരും കളിക്കുന്നത് ഞാൻ കാണലുണ്ടല്ലോ. ഉമ്മയും ഉപ്പച്ചും കാക്കമാടൊക്കെ കളിച്ചിട്ട് കാണല്ലേ. ഇനിച്ചു വേണം ഇത്. ഇനിച്ചു കളിച്ചാനൊന്നും വേണം. ഇനിച്ചിട്ട് കുറച്ച് തൊള്ളയിലിടാൻ തന്നാൽ മതി. ഇങ്ങോട്ട് താ ഉമ്മിയെ. നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ. നിങ്ങളൊക്കെ 24 മണിക്കൂർ കളിച്ചല്ലോ. എൻ്റെ സ്വഭാവാ. എനിക്ക് ഫോൺ തന്നെ ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് പേശെങ്കിലും താ. ഞാൻ പൈസ ഞാൻ കൊടുത്തോളാം ബസ്സിൽ. ഇതെൻ്റെ ഷാടന ഉമ്മിൻ്റെ വാച്ചാ. ഇമ്മി ബസ്സിൽ കുറേ ആൾക്കാരുണ്ടല്ലോ. ഞാൻ കുറേ ഡ്രൈവറെ നോക്കി നിൽക്കട്ടെ. എനിക്ക് വേണം കുറച്ച് കഴിഞ്ഞിട്ട് ഇനിച്ചു വണ്ടി ഓട്ടാൻ. ഇമ്മി കുറേ കൊടൊക്കെ കാണിച്ച് എന്നെ അടങ്ങി ഇരുത്താൻ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി വലുപ്പം വെച്ച് എന്നെ അടുക്കി നിൽക്കാൻ നോക്കില്ല. എന്നാൽ കാണിച്ചു തരത്തോ. അങ്ങനെ ഞാനിതാ ഇമ്പടെ മുട്ടായിതലിന് എത്തിയിട്ടോ. ഇന്നെ എല്ലാവരും ഇങ്ങനെ ഇവിടെ എത്തി കുറേ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞാൻ മുട്ടായിയൊക്കെ കുറേ നോക്കി ഇങ്ങനെ നിന്ന്. ഈ ചാട് മുട്ടായി തന്നില്ല. ഓള് പടി കഴിഞ്ഞാൽ തെടിയ കുട്ടിയാണ്. മുട്ടായി തിന്നാൻ പറ്റൂല. എന്നാൽ തെടിയ കുട്ടിയൊന്നല്ല. ഞാൻ എല്ലാം തിന്നു. ഉമ്മൻ്റെ പാല് കുച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മുട്ടാടി റാഗിയൊക്കെ തിന്നു. ഞാൻ ഇവിടെ മുട്ടായിതലിന് എത്തിയിട്ടോ. പിയോട്ടിനൊക്കെ കണ്ടേ. പിയോട്ട് സുന്ദരിയാ. ഇവിടെ എൻ്റെ പ്രായമുള്ള വേറൊരു വാവി ഉണ്ടല്ലോ. ആ വാവ എൻ്റെ ഷൂമിലേക്ക് ഇങ്ങനെ നോട്ടെടുക്കും. കണ്ടോ എൻ്റെ ഷൂ കണ്ടോ. എൻ്റെ ഷൂ ഇങ്ങനെ തൊട്ട് നോക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഓളെ ഷൂ ഞാൻ പിടിച്ച് വച്ചു. അന്നേരം മുത്തായിരലൊക്കെ കഴിഞ്ഞ് എനിക്ക് വിളി ഫുഡ് ഒന്നും തന്നില്ല. വിളി കുറേ ബിരിയാണി മന്തി ഒക്കെ ടിൻ്റെ ഗായ്സ്. ഞാനിതാ വീട്ടിലെത്തി. ഞാൻ അതാണ് നിങ്ങളോട് സങ്കടം പറയുന്നത്. ഇങ്ങനെ കഴിയാൻ പറ്റുമോ? എനിക്ക് ബിരിയാണി നെയ്ച്ചോറൊക്കെ നിങ്ങളൊക്കെ തരണ്ടേ. എനിക്ക് ഒന്നും തരാണ്ട് വെറും പാല് തന്ന വലിയ പറ്റിയിട്ട് നിങ്ങൾ കണ്ടോ ഗായ്സ്. ഒരു നെഗം വെട്ടാൻ വേണ്ടി ഇത്രയും കോയിൻ എൻ്റെ മുന്നിൽ വലിയ നിർത്തിയിട്ട് വലിയ എന്നെ പ്രേരിപ്പിച്ച എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനെ പറ്റിച്ചാനൊന്നും കഴിയൂല. ഞാൻ കൈ വലിച്ചാളോ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ വെള്ളവനാ. ഞാൻ ഒരു കോയിൻ്റെ മുന്നിൽ ഞാൻ അടി പതരൂല. ഞാൻ നോക്കി നിൽക്കൂല കോയിനെയൊന്നും. ഇനി ഞാൻ കുറച്ച് ഇപ്പച്ചിൻ്റെ അടുത്തുനിന്ന് ഞാൻ കുതിര കച്ചട്ടെ. എൻ്റെ കളികളൊന്നും നിങ്ങൾ കണ്ടിയോ? ഞാനിങ്ങനെ തിരിഞ്ഞ് മളിക്കൂ. ഇങ്ങനെ കുണ്ടി പൊക്കി ഇങ്ങനെ പൊന്തിച്ചു. വേണം എന്നെ പിരിച്ചൊപ്പിച്ച്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം താഴ്ത്തെത്തും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ. നിങ്ങൾക്ക് പിന്നെ കേൾക്കണോ? എൻ്റെ ഉമ്മി കൊണ്ടുപോയി സൂചി വെച്ചിട്ട് എന്നോടൊരു വലിയൊരു കാല ചോന് കെടുക്കാൻ. ഞാൻ പാവേ. എൻ്റെ അണ്ണനൊക്കെ ചെയ്യാൻ പറ്റുമോ?
ഇത് എനിക്ക് സ്ഥിരമുള്ളതാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കൊടേ പിച്ചും പിയും പറയാ നല്ല രസമല്ലേ എല്ലാവരും ഇങ്ങനെ വെടപ്പിച്ച. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്മ എന്നെ കൊണ്ട് ഇച്ചൊരു കുപ്പായം കൊണ്ടിട്ട് അനക്കണ മേമാന്ന് പറഞ്ഞിട്ട് അത് ഇടിയിപ്പിക്കുക. നോക്കി ഈ നാജിക്കാക്ക് ഇടാനറിയില്ല, എന്നെ ഒന്നായിട്ട് തല പിരിച്ച് എന്തോ ചെയ്യാ. ദൈവം ചോദിച്ചടാ എന്നോട്, ദൈവം എന്നെ ഒരു കുപ്പായം എടുത്തരാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നെ പിടിച്ച് എല്ലാവരും എന്തോ ആക്കുക. എങ്ങനെ എനിക്കാണെങ്കിൽ വെടീശാവാ. ഏത് തണ്ടിയച്ച് കുപ്പായത്ത് നിന്നെയാണോടാ എനിക്ക് സമാധാനം തരാണ്ട്. പിന്നെ ഈ ഉമ്മയ്ക്കൊക്കെ എപ്പോഴുള്ള സ്വഭാവമാണ് എൻ്റെ മുന്നിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നത്. എനിക്കാണ് എൻ്റെ ഒണ്ണ വരൂ. ഉമ്മനോട് ദൈവ ചോദിച്ചു. അടക്കം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പച്ചിന്നെ വീഡിയോ കോൾ വെച്ചേ. ഉപ്പച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ലച്ച് കാണാൻ പുതിയോ. ഉപ്പനെ വെച്ചാൽ പിന്നെ എനിക്ക് ഈ ഭൂമി പടലോകം ഓടമുണ്ടാവില്ല. ഞാൻ ആയിട്ട് ആ കളിയൊക്കെ കളിച്ചു. കയ്യും കാലിട്ട് അടിക്കൂ, ചുണ്ട് കൂപ്പിച്ചു, എന്തൊക്കെയോ ഞാൻ കളിച്ചു. ഇപ്പാണെങ്കിൽ ഫോണിലുള്ള കൂടി എന്നോട് ബാന്ന് പറയും. ഉമ്മിന്റെ വിചാരം ഞാൻ വലിയ ആളായിരിക്കുന്നു. എന്നെ എങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കാൻ ഞാൻ കാണുന്നുണ്ട്. ഉമ്മി എന്നെ അങ്ങനെ പൊന്തിച്ച് കാണിച്ചണ്ട. ഉപ്പച്ചി വന്നാ കൊടേ എന്നോട് എന്തൊക്കെയോ കച്ചും വർത്താനം പറയൂ. അതൊക്കെ വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൊടേ പച്ചിനോട് വർത്താനം പറയൂ. രാവിലെ തൊട്ട് ഉമ്മ എനിക്ക് ചോടി തരാത്തതു, ചായ തരാത്തതു, ഇമ്മന്റെ ചീത്ത പടിയുന്നതു, ഇമ്മച്ച് പാല് തരാത്തതും ഒക്കെ ഞാൻ ഇപ്പച്ചിനോട് കൊടേ പരാതി പറയൂ. അങ്ങനെ ഇപ്പൊ പിന്നെ എന്ത് ചെയ്യൂ, പുതപ്പിന്റെ മുഖത്തേക്കിട്ട് ഇന്നൊരു ഗെയിം കളിച്ചു. അത് നല്ല ഇഷ്ടം. ഇതാണ് എന്റെ മുന്നിൽ കൂടി ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞത് കാണാൻ. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കൗതുക ലേശം കൂടുതലാണ്. മാഫാക്കണം. കണ്ടില്ലേ, ഇതൊക്കെയാണ് എന്റെ കുതിരകളി. എങ്ങനെയൊക്കെ എമ്മനി വപ്പിനി വെടിപ്പിച്ചണം അങ്ങനൊക്കെ ഞാൻ വെടിപ്പിച്ചു. കൊടേ ചവിട്ടു, കുത്തു, മാന്തു, കട്ടുമണി എന്നെ കുത്തിരി കളിച്ചു. അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. ഞാൻ കുറച്ചുകൂടി വലുതാവട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് അടങ്ങാണ്. ഇന്ന് ഞാൻ കൊടേ കളിച്ചു കൊയങ്ങി ഉമ്മന്റെ മേലൊക്കെ കേക്കി തന്നെ ഞാൻ നല്ല കുപ്പായി കെട്ടി സുന്ദരനായി. ഇനി നാളെ കാണട്ടോ, ഞാൻ പാല് കുച്ച് ഒങ്ങാൻ പോവാണേ. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചു. ടാറ്റാ.